നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയുണ്ട്. ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കുവാനായിട്ട് ഒത്തിരി കഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാധിക്കുമെങ്കിൽ അത് എപ്രകാരമായിരിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലത്തിലൂടെ അറിയുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം തുളസിയിലയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് മുക്കുറ്റിയുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വരവിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, തുളസിയിലയും അതുപോലെ തന്നെ മുക്കുറ്റിയും. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ തുളസിയിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമാകുന്നു. ജീവിതത്തിൽ വളരെയധികം ഭാരങ്ങളോടും പ്രയാസങ്ങളോടും കഷ്ടനഷ്ടങ്ങളോടും കൂടിയുമൊക്കെ ജീവിതത്തെ മുന്നിൽ കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ. പലതരത്തിലുള്ള കഷ്ടങ്ങളും രോഗഭാരങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നുണ്ട്. എപ്പോഴാണ് ഒന്ന് സന്തോഷമായിട്ടിരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ് ഒന്ന് സമാധാനപരമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കാത്തതായ ഒരു ദിവസം പോലും നിങ്ങളിലില്ല. അത്രത്തോളം മനസ്സിനെയും ശരീരത്തെയും ഭാരപ്പെടുത്തിയാണ് ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഒക്കെയുള്ള വ്യക്തികളാണ് നിങ്ങൾ. എപ്പോഴും സന്തോഷകരമായിട്ട് ജീവിക്കണം, മറ്റുള്ളവർക്ക് എപ്പോഴും സന്തോഷകരമായ അനുഭവങ്ങൾ നൽകണം, അവരുടെ ജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും വളരെയധികം അനുഗ്രഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളാണ്. എപ്പോഴും നന്ദി ഉണ്ടാകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതായത് എന്ത് ദാനം ലഭിച്ചാലും അല്ലെങ്കിൽ ജീവിതത്തിൽ എത്രയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ എപ്പോഴും നന്ദി ഉണ്ടാകുന്ന വ്യക്തികളാണ്. അത് വളരെയധികം ഒരു ഈശ്വരാനുഗ്രഹമാണ്. പല കഷ്ടതകളിൽ നിന്നും പല പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ആ ഒരു ഈശ്വരാനുഗ്രഹം നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്, പല വെല്ലുവിളികളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, പല വേദനകളുണ്ട്, എന്തെന്നറിയാതെ ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. എവിടെ നിന്ന് തുടങ്ങണമെന്നോ എന്തു തുടങ്ങണമെന്നോ ഒന്നും അറിയാതെ തന്നെ ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങൾ. ഇതൊക്കെ വളരെ രീതിയിൽ മാനസികമായും ശാരീരികമായും നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പ്രയാസത്തിലാഴ്ത്തുന്നുണ്ട്, ഒത്തിരി വേദനകൾ സമ്മാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വക രോഗപ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നുമൊക്കെ വരുന്ന ഒരു 3 മാസത്തിനകം നിങ്ങൾ രക്ഷപ്പെടുവാൻ പോവുകയാണ്. ജീവിതത്തിൽ എന്ത് തരം പ്രതിസന്ധികളുണ്ടെങ്കിലും എന്തെല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ കടഭാരങ്ങൾ മാറണമെന്നും ജീവിതത്തിലെ നിരാശകൾ അവസാനിക്കണമെന്നും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം കാത്തു സൂക്ഷിക്കണമെന്നും ഒക്കെ കരുതുന്ന വ്യക്തികളാണ് നിങ്ങൾ. തീർച്ചയായിട്ടും അപ്രകാരം ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഒരുപാട് ഭാരങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നിങ്ങളുടെ ജീവിതത്തെ സന്തോഷത്തോടു കൂടി നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. ഇനി ഒരിക്കലും ബുദ്ധിമുട്ടിൻ്റെ സാഹചര്യം ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ദൈവീക ശക്തി എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ തുളസിയില തിരഞ്ഞെടുത്തവരുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ തന്നെയാണ് സംഭവിക്കുവാനായിട്ട് പോകുന്നത്. ഈശ്വരവിശ്വാസവും ക്ഷമയും ജീവിതത്തിൽ ഉണ്ടാവുക, ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇനി രണ്ടാമത്തെ ചിത്രമായ മുക്കുറ്റി തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് അടുത്ത തൊടുകുറി ഫലം പറയുവാനായിട്ട് പോകുന്നത്. എവിടെയാണ് എന്തൊക്കെയാണ് ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് അറിയാതെ ഭാരപ്പെടുന്ന
ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ആരെയും നിങ്ങളുടെ കഷ്ടതയോ കണ്ണുനീരുകളെയോ കടഭാരങ്ങളെയോ ഒന്നും അറിയിക്കാതെ ജീവിതവുമായിട്ട് മല്ലിടുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനമാകുന്നു. ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവീക ശക്തിയെ വളരെയധികം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ ആദരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളിലും വേണ്ടപ്പെട്ടവരിൽ നിന്ന് ഏൽക്കുന്ന അപമാനങ്ങൾ ഒരുപാടാണ്. ജീവിക്കുവാനായിട്ട് കഴിയാതെ പോകുന്ന നിമിഷങ്ങൾ ഏറെയുണ്ട്. എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്ന് പോലും അറിയാതെ വളരെയധികം മനോവേദനകളും ഭാരത്തിൻ്റെ അവസ്ഥകളും അനുഭവിക്കുന്ന വ്യക്തികൾ. ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾ ഈശ്വരനോട് കരഞ്ഞു പ്രാർത്ഥിക്കാറുണ്ട് ഒരു സന്താന ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സന്താന ലഭ്യതയെക്കുറിച്ചൊക്കെ. എന്നാൽ നാളിതുവരെയായിട്ടും അതിന് നല്ലൊരു പോസിറ്റീവ് രീതി ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു മറുപടി ഇന്നുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചിട്ടില്ല എന്നതിനെ ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളാണ്. എന്നാൽ തീർച്ചയായിട്ടും ഈ 2026 എന്ന വർഷം ഒരു അനുഗ്രഹീതമായ വർഷം തന്നെയായിരിക്കും. വളരെയധികം ദുഃഖങ്ങളും വേദനകളും എല്ലാം മറന്ന് നിങ്ങൾക്ക് ഒരുമയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഒക്കെ ജീവിക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു സമയം തന്നെയായിരിക്കും. അതുകൊണ്ടിനി ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും വേണ്ട. ജീവിതത്തിൻ്റെ നല്ല നിമിഷങ്ങൾ ആസ്വദിക്കുവാനായിട്ട് കഴിയും. ഉപജീവനത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകും. എവിടെയൊക്കെയാണോ നിങ്ങൾ മാറ്റപ്പെട്ടു പോയത് അവിടെയെല്ലാം വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിനും യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈശ്വര വിശ്വാസം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കുമ്പോൾ അതിനെപ്പോഴും ഈശ്വരനോട് നന്ദി പറയുക. എന്ത് ചെറിയ കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതെങ്കിലും അതിനെ ഓർത്ത് ഈശ്വരനോട് നന്ദി പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾ തളർന്നു പോയത് അവിടെയെല്ലാം നിങ്ങൾക്ക് ഉന്നമനത്തിലെത്തുവാനായിട്ട് കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും ഈശ്വര വിശ്വാസവും കഠിനാധ്വാനവും അതുപോലെ തന്നെ ഒരു ആത്മസമീപനവും ആത്മനിയന്ത്രണവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ കടന്നു വരുവാനായിട്ട് അത് കാരണമാവുകയുള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലും ഈശ്വരൻ നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കട്ടെ. ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മറികടന്ന് ലക്ഷ്യത്തിലെത്തുവാനും അതുപോലെ തന്നെ എവിടെയൊക്കെയാണോ നിങ്ങൾ തളർന്നു പോയത് അവിടെയൊക്കെ നിങ്ങൾക്കൊരാശ്വാസമായിട്ട് ഈശ്വര സഹായത്താൽ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.